നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ ടോപ്പിക്കിൽ നമ്മൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ 4G 10 mm കട്ടിയുള്ള ഒരു MS പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലക്ഷ്യങ്ങൾ. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. 150 mm നീളവും 50 mm വീതി 10 mm കനം എന്നിവ അനുസരിച്ച് പ്ലേറ്റുകൾ തയ്യാറാക്കുക. റൂട്ട് ഗ്യാപ്പ് ഉപയോഗിച്ച് പ്ലേറ്റുകൾ ബെവൽ ചെയ്യുക. വെൽഡ് ജോയിന്റുകൾ ടാക്ക് ചെയ്യുക. ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷനറിൽ ടാക്ക് വെൽഡ് ചെയ്ത പ്ലേറ്റുകൾ ക്ലാമ്പ് ചെയ്യുക. റൂട്ട് റൺ, സെക്കൻഡ് റൺ, തേർഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ്മെന്റുകൾ വൃത്തിയാക്കുക. സർഫസ് ഡിഫൻസുകൾ അറിയാൻ വെൽഡ്മെന്റുകൾ പരിശോധിക്കുക. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഒരു ഓവർഹെഡ് പൊസിഷനിൽ 10 mm MS പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റ് ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളുടെയും എക്വിപ്മെന്റുകളുടെയും ലിസ്റ്റ് ഇവിടെ നൽകുന്നു. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ക്ലിക്ക് പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീനും അവയുടെ സജ്ജീകരണ അക്സസറികളും, സി ക്ലാമ്പ്. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റുകളിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ നോക്കാം. സംരക്ഷണ വസ്ത്രം ധരിക്കുക. ഗ്രൈൻഡിങ്ങും ഫൈലിങ്ങും ചെയ്യുമ്പോൾ പ്ലെയിൻ ഗോഗിൾസ് ഉപയോഗിക്കുക. 200 mm നീളവും 100 mm വീതിയും 10 mm കനവുമുള്ള ഒരു MS പ്ലേറ്റ് എടുക്കുക. മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ശരിയായ സ്പെസിഫിക്കേഷനുകളും ഗുണനിലവാരവും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫൻസുകൾ, അരികുകളിലെ ക്രമക്കേടുകൾ എന്നിവ കണ്ടെത്താൻ പ്ലേറ്റുകൾ പരിശോധിക്കുക. മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് വൃത്തിയുള്ളതും തുരുമ്പ്, അഴുക്ക്, ഗ്രീസ് അല്ലെങ്കിൽ എന്തെങ്കിലും മലിനീകരണം എന്നിവയിൽ നിന്ന് മുക്തവുമാണെന്ന് ഉറപ്പാക്കുക. MS പ്ലേറ്റിൽ ചോക്ക് പോലെയുള്ള മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. മാർക്കിംഗ് മീഡിയ ഉണങ്ങാൻ കുറച്ച് മിനിറ്റ് കാത്തിരിക്കുക. ഒരു റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് പ്ലേറ്റിന്റെ നീളം 150 mm അടയാളപ്പെടുത്തുക. ഒരു റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് വീതി 50 അടയാളപ്പെടുത്തുക. നീളം അളക്കുന്ന ഭാഗത്ത് പ്രിക് പഞ്ചും ചുറ്റികയും ഉപയോഗിച്ച് പഞ്ച് ലൈൻ അടയാളപ്പെടുത്തുക. വീതി അളക്കുന്നതിനും ഇതുപോലെ തന്നെ ചെയ്യുക. ബെഞ്ച് വൈസിൽ ജോബ് സുരക്ഷിതമാക്കുക. ഹാക്സോ ബ്ലേഡിന്റെ മൂർച്ച പരിശോധിക്കുക. 10 mm കനമുള്ള MS പ്ലേറ്റിനു വേണ്ടി കറക്റ്റ് ബ്ലേഡ് സൈസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് കട്ടിംഗ് പ്രക്രിയ ആരംഭിക്കുക. MS പ്ലേറ്റ് മുറിക്കുന്നതിന് ഓക്സി അസെറ്റ്ലൈൻ കട്ടിംഗ് സജ്ജീകരണം സെറ്റ് ചെയ്യുക. ഓക്സിജന്റെ വർക്കിംഗ് പ്രഷർ ക്രമീകരിക്കുക. അസെറ്റിലിന്റെ വർക്കിംഗ് പ്രഷർ ക്രമീകരിക്കുക. 150 mm നീളത്തിലും 50 mm വീതിയിലും 10 mm കനത്തിലും ഗ്യാസ് കട്ടിംഗ് ഉപയോഗിച്ച് പ്ലേറ്റുകൾ മുറിക്കുക. ഓരോ ബെവൽഡ് അറ്റങ്ങളിലും ഒരു 2 mm റൂട്ട് ഫേസ് ഫയൽ ചെയ്യുകയോ ഗ്രൈൻഡ് ചെയ്യുകയോ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട കഷ്ണങ്ങൾ നന്നായി വൃത്തിയാക്കുക. 2.5 mm റൂട്ട് ക്യാപ്പ് നിലനിർത്താൻ സ്പേസറുകൾ ഉപയോഗിക്കുക. ആർക്ക് വെൽഡിങ്ങിനായി വെൽഡിംഗ് ടോർച്ച് ഉപയോഗിച്ച് SMAW മിഷൻ സജ്ജമാക്കുക. ആർക്ക് വെൽഡിങ്ങിനായി 3.15 mm ഡയാ MS ഇലക്ട്രോഡ് ഉപയോഗിക്കുക. ആർക്ക് വെൽഡിങ്ങിനായി കറണ്ട് 110 amps ആയി സജ്ജീകരിക്കുക. രണ്ടറ്റത്തും 3 mm ടാക്ക് സൈസ് ഉപയോഗിച്ച് പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുക.
എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്നറിയാൻ ടാക്ക് വെൽഡ് പരിശോധിക്കുക. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിനുള്ള വെൽഡിംഗ് പ്രോസസ് നമുക്ക് പരിശോധിക്കാം. ഒരു ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷണറിൽ ടാക്ക് വെൽഡ് ചെയ്ത് സിംഗിൾ വി ബട്ട് ജോയിന്റ് ക്ലാമ്പ് ചെയ്യുക. വെൽഡിംഗ് ഗ്ലൗസ്, ലെൻസിന്റെ ശരിയായ ഷെയ്ഡുള്ള വെൽഡിംഗ് ഹെൽമറ്റ്, തീജ്വാലയെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. എന്തെങ്കിലും ഡാമേജുകളോ എക്സ്പോസ് ആയ വയറുകളോ ഉണ്ടോ എന്നറിയാൻ വെൽഡിംഗ് കേബിൾ പരിശോധിക്കുക. വെൽഡിംഗ് മെഷീൻ ശരിയായി നിലത്തുറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും തകരാറുകൾ അറിയാൻ വെൽഡിംഗ് ടോർച്ച് പരിശോധിക്കുക. കറക്റ്റ് പൊസിഷനിൽ ഇലക്ട്രോഡ് ടോർച്ചിൽ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. റൂട്ട് റൺ വെൽഡിങ്ങിനായി 3.15 mm ഡയ MS ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. റൂട്ട് റണ്ണിനായി കറണ്ട് 110 ആംസായി സജ്ജമാക്കുക. ഇലക്ട്രോഡ് പ്ലേറ്റിന്റെ സർഫസിൽ കഴിയുന്നത്ര അടുത്തും വെൽഡിന്റെ ദിശയിലേക്ക് ഒരു ചെറിയ ആംഗിളിലും സൂക്ഷിക്കുക. ഇലക്ട്രോഡ് ഗ്യാപ്പിൽ നന്നായി സ്ഥാപിച്ചുകൊണ്ട് റൂട്ട് വശത്തുള്ള വെൽഡിങ്ങിൽ ഒരു ചെറിയ ബലപ്പെടുത്തൽ ലഭിക്കുന്നതിന് കീ ഹോൾ നിയന്ത്രിക്കുക. സ്ഥിരമായ റൂട്ട് പെനട്രേഷൻ നേടുന്നതിന് ഒരു ചെറിയ ആർക്ക്, യൂണിഫോം വെൽഡിംഗ് സ്പീഡ് എന്നിവ ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സിംഗിൾ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. രണ്ടാമത്തെ റണ്ണിനായി 3.15 mm ഡയ MS ഇലക്ട്രോഡ് ഉപയോഗിക്കുക. രണ്ടാമത്തെ റണ്ണിനായി കറണ്ട് 110 ആംസായി സജ്ജമാക്കുക. റൂട്ട് റണ്ണിന്റെ അതേ ഇലക്ട്രോഡ് ആംഗിൾ നിലനിർത്തുക. ഒരു വീവിംഗ് മോഷൻ ഉപയോഗിച്ച് സെക്കൻഡ് കവറിംഗ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. തേർഡ് റണ്ണിന് വേണ്ടി ഒരു 3.15 mm ഡയ MS ഇലക്ട്രോഡ് ഉപയോഗിക്കുക. മൂന്നാമത്തെ റണ്ണിനായി കറണ്ട് 110 ആംസായി സജ്ജമാക്കുക. സെക്കൻഡ് റണ്ണിന് ചെയ്തതുപോലെ തന്നെ തേർഡ് കവറിംഗ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് മെന്റ് വൃത്തിയാക്കുക. സർഫസ് ഡിഫക്റ്റുകൾ അറിയാൻ വെൽഡ് മെന്റുകൾ പരിശോധിക്കുക. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഒരു ഓവർഹെഡ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ ഒരു സിംഗിൾ വി ബട്ട് ജോയിന്റിന് പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. മൾട്ടി ലെയർ ഉപയോഗിച്ച് ഒരു ചെറിയ ആർക്ക് ലെങ്ത് നിലനിർത്തുക. ഇലക്ട്രോഡിന്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗിച്ച് ഓവർ ഡെപ്പോസിഷനും സൈഡ് അണ്ടർകട്ടും ഒഴിവാക്കുക. ചൂടുള്ള വർക്ക് പീസ് സുരക്ഷിതമായി പിടിക്കാൻ ടോങ്ങുകൾ ഉപയോഗിക്കുക. പ്ലേറ്റിന്റെ മൂൾഭാഗം ഉരുകുന്നത് തടയുക. കണ്ണുകളുടെ സംരക്ഷണത്തിനായി ഹിപ്പിംഗ് ഗോഗിൾസ് ധരിക്കുക. ഇപ്പോൾ ഇൻസ്പെക്ഷൻ പ്രോസസ്സിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന ഡിഫക്ട്സുകൾ തിരിച്ചറിയാം. അണ്ടർകട്ട്, വിള്ളലുകൾ, തെറ്റായ ബീഡ് പ്രൊഫൈൽ, മോശം ഫ്യൂഷൻ.
എക്സസ് റീഇൻഫോഴ്സ്മെന്റ്. സ്പാറ്ററുകൾ. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കിയാലോ? 150 mm നീളം, 50 mm വീതി, 10 mm കനമുള്ള പ്ലേറ്റ് തയ്യാറാക്കുക. ഒരു റൂട്ട് ഗ്യാപ്പ് ഉപയോഗിച്ച് പ്ലേറ്റ് ബെവൽ ചെയ്ത് വെൽഡ് ജോയിന്റ് സ്റ്റാക്ക് ചെയ്യുക. ഒരു ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷണറിൽ ടാക്ക് വെൽഡ് ചെയ്ത പ്ലേറ്റുകൾ ക്ലാമ്പ് ചെയ്യുക. റൂട്ട് റൺ, സെക്കൻഡ് റൺ ആൻഡ് തേർഡ് റൺ എന്നിവ ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ്മെന്റ് വൃത്തിയാക്കുക. ഏതെങ്കിലും സർഫേസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്നറിയാൻ വെൽഡ്മെന്റ് പരിശോധിക്കുക.